സംഗീതം മഴയായി പെയ്തിറങ്ങുന്ന പ്രഭാതങ്ങളിൽ സ്വരവൃദ്ധിയുടെ ഉണർവ്. രാഗവും താളവും അലിഞ്ഞു ചേരുന്ന അപൂർവ ജീവവായു. ഷഡ്ജത്തിൽ തുടങ്ങി അവസാനിക്കുന്ന വിശാലതയുടെ ലോകത്ത് ചിട്ടപ്പെടുത്തിയ സ്വരസ്ഥാനങ്ങളെ ആവാഹിച്ചെടുക്കുന്ന മനസ്സ്. ഇത് ഉപാസനയുടെ മന്ത്രാക്ഷരം. എത്ര പകർന്നു കൊടുത്താലും വറ്റാത്ത അറിവിന്റെ നീരുറവ. ഈ നിറപൗർണമിയുടെ സ്പർശനമേറ്റുവാങ്ങി പ്രശസ്തിയുടെ പടവുകൾ കയറിയ ശിഷ്യകളുടെ പ്രിയപ്പെട്ട ഗുരുനാഥ. പെയ്തിറങ്ങുന്ന രാഗധാരയുടെ നിറവിൽ സംഗീതത്തിന്റെ ഹരിശ്രീ ചൊല്ലിപ്പഠിച്ചവർ സ്വന്തം ഹൃദയ താമ്പൂലത്തിൽ അർപ്പിക്കുന്ന ഗുരുദക്ഷിണയാണിത്. ഇത് ശങ്കരാഭരണത്തിന്റെ ശുദ്ധിയാണ്, ബിലഹരിയുടെ പ്രഭാവമാണ്, ബിഹാഗിന്റെ തണുപ്പാണ്. ഒരു കാലഘട്ടത്തിന്റെ ആസ്വാദനത്തിന് മറക്കാനാകാത്ത ശബ്ദമാണിത്. മലയാളിയുടെ ഗൃഹാതുരത്വം മണക്കുന്ന ഓർമ്മച്ചെപ്പുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദം. ശ്രീ മലബാർ ഗോപാലൻ നായർ എന്ന അനുഗ്രഹീത കലാകാരന്റെ ശബ്ദം. പ്രൊഫസർ കെ ഓമനക്കുട്ടി അമ്മ, എം ജി രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാർ എന്നീ അതുല്യ സംഗീത പ്രതിഭകൾക്ക് ജീവനോടൊപ്പം സംഗീതവും പകർന്നു നൽകിയ അനുഗ്രഹീത പിതാവിന്റെ ശബ്ദം. കലോപാസകനായ പിതാവ്, സംഗീതജ്ഞയായ മാതാവ്, സംഗീത സാന്ദ്രമായ കുടുംബാന്തരീക്ഷത്തിൽ പിറന്ന ആദ്യത്തെ കുഞ്ഞ്. 10ാം വയസ്സിൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ച് ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി. എൻ്റെ എല്ലാമാണ് സംഗീതം. വർഷങ്ങൾക്ക് മുൻപ് നിറഞ്ഞ മനസ്സോടെ മകളുടെ നെറുകയിൽ കൈവച്ചനുഗ്രഹിച്ച ആദ്യ ഗുരു കൂടിയായ പിതാവിന്റെ പ്രതീക്ഷകൾക്ക് മകൾ സമർപ്പിച്ചത് ശുദ്ധ സാധനയുടെ ഈ വിശുദ്ധിയാണ്. ഓമനക്കുട്ടി എന്ന ഹരിപ്പാട്ടുകാരിയായ ഗ്രാമീണ ബാലികയുടെ സ്വരലയ സമ്പുഷ്ടമായ ജീവിതത്തിന്റെ ഏടുകൾ ഡോക്ടർ ഓമനക്കുട്ടി എന്ന സംഗീത വിശാരദയിലേക്കുള്ള വളർച്ചയിൽ ദേവഗുപ്തിയുടെ ശ്രുതി നീട്ടുന്നു. മാവേലിക്കര ആർ പ്രഭാകരവർമ്മ, ശമ്മൻകുടി സാർ, അതുപോലെ GN ബാലസുബ്രഹ്മണ്യം, ഇവരെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനപ്രവീണയിൽ ഡിപ്ലോമ നേടിയ ഓമനക്കുട്ടി ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം ബിരുദാനന്തര ബിരുദ കോഴ്സിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു. 1966 ഒരു സംഗീത അധ്യാപികയുടെ മേലങ്കി അണിഞ്ഞ് കലാലയ അങ്കണത്തിൽ രാഗവിസ്മയങ്ങളുടെ ഉണർത്തുപാട്ടായി. (1989) കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റും
1997 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. 50 വർഷത്തിലേറെ കാലത്തെ കലാസപര്യ നേടിക്കൊടുത്ത അംഗീകാരവും പുരസ്കാരങ്ങളും പ്രശസ്തിപത്രവുമെല്ലാം ഹൃദയത്തെ തൊട്ടു നിൽക്കുന്ന പ്രചോദനങ്ങളാവുകയാണിവിടെ. എനിക്കുണ്ടായിട്ടുള്ള മറ്റൊരു വലിയ മഹാഭാഗ്യം എൻ്റെ ശിഷ്യസമ്പത്താണ്. എത്രയോ വർഷങ്ങളായി എത്രയോ കുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റത്തെ ഒരു മഹാഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രവർത്തനനിരതമായ ധ്യാനമാണ് സംഗീത ലഹരിയെന്ന് ഈ ഗുരുനാഥ് തെളിയിക്കുമ്പോൾ ഈ യാത്രയിലുടനീളം ശ്രുതിയായി നിറഞ്ഞത് ശ്രീ ഗോപിനാഥൻ നായരാണ്. വാഗീശ്വരിയുടെ കൃപാകടാക്ഷങ്ങൾ ഏകമകളായ ലക്ഷ്മിയുടെ വിരൽത്തുമ്പിൽ നാദമായി ഉയരുമ്പോൾ ഓമനക്കുട്ടി എന്ന മകൾ സ്വന്തം പിതാവിന് നൽകിയത് ഓമനക്കുട്ടി എന്ന അമ്മയ്ക്ക് മകളിൽ നിന്ന് തിരിച്ചു ലഭിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ചില രാഗങ്ങൾ എന്നെ വളരെയേറെ സ്വാധീനിക്കാറുണ്ട്. അത് ഒരേ രാഗം തന്നെ പാടുമ്പോഴും എപ്പോഴും അത് സ്വാധീനിച്ചിരിക്കണം എന്നില്ല. ചില സന്ദർഭങ്ങളിൽ അത് പാടുന്നയാളിൻ്റെയും മൂഡും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ആ ഒരു ആസ്വദിക്കുന്ന രീതിയും ഒക്കെ കൂടെ എന്തൊക്കെയോ സ്വാധീനങ്ങൾ ചെലുത്തി ചില രാഗങ്ങൾ ചില അവസരങ്ങളിൽ വളരെയേറെ എന്നെ സ്വാധീനിക്കാറുണ്ട്. സാധാരണ രാഗങ്ങളായിട്ടുള്ള മോഹനം, ഖരഹരപ്രിയ, കല്യാണി, കാമ്പോജി, ശങ്കരാഭരണം, ഈ രാഗങ്ങളൊക്കെ എനിക്ക് പ്രിയമേറിയ രാഗങ്ങളാണ്. കർണാടക സംഗീതത്തിൽ കാണപ്പെടുന്ന ഗാനരൂപങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃതികൾ തന്നെയാണ്. കാരണം കൃതികളിലാണ് ഏറ്റവും രാഗഭാവം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ട്രിനിറ്റികളായ, അതായത് ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രികൾ തുടങ്ങിയവരുടെ കൃതികളും ഒപ്പം മഹാരാജ സ്വാതിരുന്നാളിൻ്റെ കൃതികളും ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ചലിയേ കുഞ്ചനമോ തും ഹം മിലെ ശ്യാം ഹരി, ചലിയേ കുഞ്ചനമോ തും ഹം മിലെ ശ്യാം ഹരി, ചലിയേ കുഞ്ചനമോ.